Good morning, all. Hey, good morning. എല്ലാവരും കഴിഞ്ഞ ദിവസത്തൊക്കെ വായിച്ചു നോക്കി കാണുന്നുണ്ട്. എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടു പോവാനല്ലേ, ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇതില് നിങ്ങൾ എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? No. ഒന്നുമില്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, ക്രാഷ് കാർട്ട് എന്ന് പറയുമ്പോൾ അതായത് നമ്മളിപ്പോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ആ ഒരു മോഡൽ അറിയാല്ലേ. കുറെ ട്രേകളാണ് അതിൽ കാണുന്നത്, ഷെൽഫുകളൊക്കെ ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രാഷ് കാർട്ടിന് മറ്റു പേരുകളിൽ അറിയപ്പെടും. അതായത് മാക്സ് കാർട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഷെൽഫുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ഇൻ കേസ് എവിടെ വേണമെങ്കിലും അത് വീൽ ചെയറുകൾ, അതിന് വീലുകളുണ്ട്, വീലിനോട് ചേർന്ന് ഘടിപ്പിച്ചിട്ടുള്ള ഷെൽഫുകൾ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇതിലെ ആ ഒരു മെഷീൻ, ആ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും അത് കൊണ്ടുപോകാം. ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളും മെഡിസിൻസ് ഒക്കെ എപ്പോ വേണമെങ്കിലും നമുക്ക് എടുത്ത് പെട്ടെന്ന് എന്താണ് ആ ഒരു ചികിത്സാ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് എമർജൻസി കേസുകളൊക്കെ വരുമ്പോൾ നമുക്കറിയാം പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളുടെ ആവശ്യമുണ്ട് അല്ലെ. ഡിഫിബ്രിലേറ്റർ അല്ലെങ്കിൽ ഡയറ്റർമി മെഷീൻ പോലെയുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ രോഗിയുടെ ആവശ്യാനുസരണം എടുക്കേണ്ടതായിട്ട് വരും. ബ്ലീഡിങ് കൂടുതലുണ്ടെങ്കിൽ നമുക്കറിയാം ആ മെഷീൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതായത് ഡയറ്റർമി മെഷീൻ ഉപയോഗിച്ചത് ബ്ലഡിനെ കൺട്രോൾ ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ബ്രീത്തിങ് അല്ലെ, പെട്ടെന്ന് തന്നെ ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാണെങ്കിൽ ഡയറ്റർമി മെഷീൻ ഉപയോഗിച്ചിട്ട് അത് കൺട്രോൾ ചെയ്യേണ്ടത് വരും. അങ്ങനെ എന്താണ് എളുപ്പത്തിൽ അവിടെ ഇവിടെ ഓടി നടന്ന് എടുക്കാതെ തന്നെ എളുപ്പത്തിൽ ആ വ്യക്തിക്ക് ആ ഒരു ചികിത്സയ്ക്ക് വരുന്ന പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റ്സിലെല്ലാം ഉൾക്കൊള്ളിച്ചു. കേസ് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് അതിനെ അനുസൃതമായിട്ടുള്ള കട്ട് ചെയ്യാനും അല്ലെ സിസേഴ്സും കാര്യങ്ങളൊക്കെ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മെഡിസിൻസ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അതാത് ഷെൽഫിൽ ഓരോരോ പ്ലേസിൽ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ആ ട്രൈകൾ വലിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം അത് കൈകാര്യം ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. Okay, it is known by other names like code card, max card, a crash card or a code card or a max card. It is a set of trays, drawers, shelves on wheels used in hospitals for transportation and dispensing of emergency medication equipment at the site of medical surgical emergency for the life support protocols, ECLS, ALS, to potentially save someone's life. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ആ ഒരു ലൈഫ് അത് സേവ് ചെയ്യേണ്ട ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് വരുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. കാരണം പെട്ടെന്ന് അതിനെ കൊടുക്കാൻ അല്ലെ മെഡിസിൻ കൊടുക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ ബ്ലഡ് നിൽക്കാനായിട്ട് കോട്ടൺ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഷെൽഫുകൾ തുറന്ന് ആ ട്രൈകൾ തുറന്ന് അവർക്ക് ആവശ്യാനുസരണം അത് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പറയുന്നു ACLS അല്ലെ ACLS എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ട് അല്ലെ, അഡ്വാൻസ്ഡ് കാർഡിയക് ലൈഫ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ആവുമ്പോൾ ALS എന്ന് പറയുമ്പോൾ അതന്നെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട്, അതായത് പെട്ടെന്ന് തന്നെ ജീവരക്ഷാ മരുന്നുകൾ ആവശ്യമായിട്ട് വരുമ്പോൾ ഈ ട്രേയുടെ സഹായത്തിൽ അതിന് നമുക്കറിയാം അത് വലിച്ചുകൊണ്ട് പോയിട്ട് എവിടെ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാം അല്ലെ. അതുകൊണ്ട് തന്നെ ആ രോഗിയുടെ അടുത്ത് തന്നെ പ്ലേസ് ചെയ്തിട്ട് ആ രോഗിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. വേറെ എന്തെങ്കിലും?
അപ്പൊ നമുക്ക് പുതിയത് അതിലേക്ക് പോകാം അല്ലെ. ഓക്കെ, TFT എന്നുള്ളതാണ് അടുത്തത്. എന്താണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അതാണ് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ അവർക്ക് ശ്വസിക്കുമ്പോൾ നല്ല രീതിയിൽ ബ്രീത്ത് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് ചിലപ്പോൾ അവര് TFT ടെസ്റ്റ് ഒന്ന് എടുക്കാൻ പറയും. കാരണം അവർ കൃത്യമായിട്ട് തന്നെ ഓക്സിജൻ വലിച്ചെടുത്ത് എല്ലാ അവയവങ്ങളിലേക്കും കൊടുക്കാനായിട്ട് സാധ്യമായ ഒരു കപ്പാസിറ്റി അവരുടെ ലങ്സിനുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു TFT ടെസ്റ്റ്. പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആണ് collection of a test that measure how able your lungs work. നമ്മുടെ ലങ്സിന്റെ വർക്ക് എത്രത്തോളം കഴിവുറ്റതാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് TFT ടെസ്റ്റ് എടുക്കുന്നത്. Then this contains how well you are capable for breathing and how effective your lungs are able to bring oxygen to the rest of your body. Okay, നമ്മുടെ ബ്രീത്തിങ് എടുക്കാനായിട്ട് എത്രത്തോളം കപ്പാസിറ്റി ഈ ലങ്സിനുണ്ട്, അതേപോലെ തന്നെ ഓക്സിജൻ എടുത്ത് എല്ലാ അവയവങ്ങളിലേക്കും എത്തിക്കാനായിട്ട് ഈ ബോഡിക്ക് അല്ലെ ഈ ഒരു ലങ്സിന് എത്രത്തോളം കഴിവുണ്ട്, അല്ലെങ്കിൽ ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും അത് ഓക്സിജൻ എത്തുന്നുണ്ടോ, ഇതിന്റെ സഹായത്തോടെ ലങ്സിന്റെ കപ്പാസിറ്റി കൊണ്ട് എത്തുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് TFT ടെസ്റ്റ് നടപ്പാക്കുന്നത്. അപ്പൊ PFTയുടെ ഫുൾ ഫോം നോക്കാം, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെയാണോ? ജസ്റ്റ് നമുക്കറിയാം അതിലെ കമ്പ്യൂട്ടറിൽ അല്ലെ നമ്മളിപ്പോ വലിച്ചെടുക്കുന്നവര് പെട്ടെന്ന് തന്നെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ പറയും, പെട്ടെന്ന് തന്നെ അല്ലെ ശ്വാസം വിടാൻ പറയുന്നത് അനുസരിച്ചിട്ട് തന്നെ കമ്പ്യൂട്ടറിൽ അതിൻ്റെതായിരുന്നു. അപ്പൊ അതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അതില് ആ ഒരു എന്താണ് ഡ്രോയിങ് മനസ്സിലാക്കിയിട്ടാണ് അവര് ടെസ്റ്റ് ഒക്കെ വ്യക്തിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കി പോകുന്നത്. TFT ടെസ്റ്റ് എന്ന് പറയുന്നത് പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്താണ് നമ്മുടെ ലങ്സിന് എത്രത്തോളം കേപ്പബിൾ അല്ലെ നമ്മുടെ എബിലിറ്റി ഉണ്ട്, എത്രത്തോളം കഴിവുണ്ട് എന്നും നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നത്. ഓക്കെയാണോ? ഓക്കെ, നെക്സ്റ്റ് യൂറോഫ്ലോമീറ്റർ. എന്താണ് യൂറോഫ്ലോമീറ്റർ എന്ന് പറയുന്നത്? Uroflowmetry is a diagnostic test which is used to measure the flow of urine in the course of a urination. Okay, ഇവിടെ യൂറിനേഷന്റെ സമയത്ത് എന്താണ് കൃത്യമായിട്ട് തന്നെ യൂറിൻ പോകുന്നുണ്ടോ, അതിന്റെ ഒഴുക്കിന് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂറോഫ്ലോമീറ്റർ ടെസ്റ്റ് നടപ്പാക്കുന്നത്. Then the speed of the urine flow is calculated electronically and evaluated how well the urinary tract works. ഓക്കെ, അത് നമുക്കറിയാം ആ യൂറിനറി ഇതില് അല്ലെ ആ ഒരു ഇതില് ട്രാക്കില് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടോ, ആ ഒഴുക്കിന് എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇലക്ട്രോണിക്കലി നമ്മൾ അല്ലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് എന്ന് പറയുന്നത് യൂറോഫ്ലോമീറ്റർ. അപ്പൊ യൂറോഫ്ലോമീറ്ററിന് വേണ്ടിയിട്ടാണ് അത് യൂറിനറി ട്രാക്കിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ്. ഓക്കെ, അത് ഇലക്ട്രോണിക്കലി ആണ് അത് മനസ്സിലാക്കുന്നത്. കേസ് നമുക്കറിയാം അല്ലെ, നമ്മുടെ യൂറിൻ മനുഷ്യസഹജമായ കാര്യങ്ങൾ അത് പോകേണ്ടതാണ് അല്ലെ. അതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ഈ ഒരു ഒഴുക്കിന് എത്രത്തോളം പ്രോബ്ലം ഉണ്ട് അല്ലെ, കൃത്യമായിട്ടുള്ള കോഴ്സിൽ കൃത്യമായിട്ടുള്ള യൂറിൻ തന്നെ പോകുന്നുണ്ടോ എന്നതൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് യൂറോഫ്ലോമീറ്റർ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം സൂക്ഷ്മ അല്ലെ ദർശിനി മറ്റു നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത സംഭവങ്ങളെ നമ്മൾ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പ് അല്ലെ. നമുക്ക് ദ ബേസ് ഈസ് ദ സപ്പോർട്ടഡ് മെക്കാനിസം. അതായത് നമുക്കറിയാം ഒരു മെക്കാനിസം പോലെ തന്നെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നടപ്പാക്കുന്നത്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് ഈസ് എ microscope with a head that has two eyepiece lens. നമുക്കറിയാം നമ്മുടെ ഹെഡ് അവിടെ കൊണ്ടുവന്ന് വെച്ച് നമുക്ക് രണ്ട് കണ്ണിലൂടെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അതായത് വിഷ്വലി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.
At the present, binocular is generally used to refer to compound or higher power microscope where two explicitly show a single objective lens. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ചെറിയ സംഭവങ്ങൾ അല്ലെ, സൂക്ഷ്മജീവികളും സൂക്ഷ്മതന്തുക്കളൊക്കെ നമുക്കറിയാം നമ്മുടെ നട്ടാനേത്രങ്ങൾ കൊണ്ട് നമുക്കത് വിഷ്വലി കാണാനായിട്ട് സാധിക്കില്ല അല്ലെ. അതേസമയം മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാവുമ്പോൾ അത് ക്ലിയർ ആയിട്ട് നല്ല പിക്ചർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കിയിട്ട് അല്ലെ അതനുസരിച്ചിട്ട് ഡോക്ടേഴ്സിന് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിക്കും അല്ലെ. തീർച്ചയായിട്ടും എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് സൂക്ഷ്മ ജീവികളെ കണ്ടെത്താനായിട്ട് അതനുസരിച്ചിട്ടുള്ള അല്ലെ ഭാവിയിൽ മുന്നോട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു മെക്കാനിസം ആണ് എന്ന് പറയുന്നത് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് സെൻട്രിഫ്യൂജ്. കാണുമ്പോൾ തന്നെ അറിയാം എന്തോ ഒരു അല്ലെ സംഭവം അതില് എന്താണ് എന്തെങ്കിലും ഒരു മെഷീന്റെ ഒരു പ്രവർത്തനമാണ് അവിടെ നടപ്പാക്കുന്നത്. അപ്പം centrifuge is a laboratory instrument that is used to separate the fluids, gas or liquid. ഇത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. നമുക്കറിയാം ലാബില് ഇതിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേറ്റ് ഫ്ലൂയിഡ്സ്, ഗ്യാസ്, ലിക്വിഡ്. നമ്മള് അല്ലെ നമ്മൾ എന്തെങ്കിലും ടെസ്റ്റിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുമ്പോൾ ഫ്ലൂയിഡ്സുകളെ മാറ്റി അല്ലെങ്കിൽ ഗ്യാസസിനെ മാറ്റി വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ്. അത് സെപ്പറേറ്റ് ചെയ്യാൻ എന്തൊക്കെയായിരുന്നു ഫ്ലൂയിഡ്സ്, ഗ്യാസ്, ലിക്വിഡ് എന്ന നിലയിലുള്ള ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. അത് എങ്ങനെയാണ് അത് മാറ്റുന്നത്? സാന്ദ്രതയുടെ അടിസ്ഥാനത്തിലാണ് അത് മാറ്റുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം കട്ടിയുള്ള പദാർത്ഥങ്ങളെ അല്ലെ താഴെ അതിലേക്ക് ആക്കുകയും അതിന് മേലെ അല്ലെ നമുക്കറിയാം ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ച് അല്ലെ വാതകങ്ങളെ ഒരു തലത്തിലേക്ക് ലിക്വിഡ് ഭാഗങ്ങളെ വേർതിരിക്കുന്നു. ഇത്തിരിയും കൂടി മുഖര പദാർത്ഥങ്ങളേക്ക് അടിയിലെ തട്ടിലേക്ക് മാറ്റുന്ന അങ്ങനെയുള്ള രീതിയിൽ തന്നെ അത് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. Okay, but laboratory ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. Then separation is attained by spinning a vessel that contains material at a high speed. The centrifugal force propels heavier materials to the outside of the vessel. Okay, നമുക്കറിയാം എന്താണ് അവിടെ വളരെയധികം ശക്തിയായ രീതിയിൽ തന്നെ അതിന്റെ മെഷീൻ അല്ലെ മെഷീൻ പ്രവർത്തിക്കുമ്പോൾ ഫോഴ്സ് കൊണ്ടാണ് ഈ ഒരു ഇതുകളെ അല്ലെ സെപ്പറേഷൻ എന്ന പ്രവർത്തനം അവിടെ നടപ്പാക്കുന്നത്. അപ്പൊ എന്താണ് അവിടെ വേർതിരിക്കുക അല്ലെ ഓരോന്നും ആ ഫോഴ്സ് കൊണ്ട് തന്നെ ഓരോ തലങ്ങളിലേക്ക് വേർതിരിഞ്ഞ് തന്നെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചിട്ട് ലബോറട്ടറിയിലെ കാര്യങ്ങൾക്ക് അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. അപ്പൊ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. ക്ലിയർ ആണോ? ഇതുകളുടെയൊക്കെ പേരുകൾ ഓർത്ത് വെക്കുക. എന്താണ് നമ്മളിപ്പോ നോക്കിയത്? PFT ടെസ്റ്റ്. അത് ബ്രീത്തിങ് അല്ലെ ലങ്സിന്റെ വർക്ക് ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് യൂറോഫ്ലോമീറ്റർ യൂറിന്റെ വർക്ക് ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബൈനോക്കുലർ മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ സൂക്ഷ്മ ജീവികൾ അല്ലെ സൂക്ഷ്മദർശിനി എന്നുള്ള രീതിയിൽ തന്നെ നമുക്കത് വസ്തുക്കളേക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ അല്ലെ അവിടെ വായിച്ചു നോക്കാം.
ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? മിനി റോട്ടറി ഷീറ്റ്. എന്താണ് ഇതിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. Okay, it helps to mix fluids in test tubes that and glasses vessels of different volumes. അതായത് വ്യത്യസ്ത വോളിയത്തില് അളവില് ഉള്ള നമ്മൾ കൊടുക്കുന്ന അല്ലെ, ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി ഭാഗം അല്ലെ കുറച്ച് ലിക്വിഡ് ഉപയോഗിക്കുന്നു, അടുത്ത ലിക്വിഡ് വേറെ ഒരു ഭാഗം കുറച്ച് പോർഷൻ ഉപയോഗിക്കുന്നു, വേറെ വീണ്ടും അടുത്ത ലിക്വിഡ് ഉപയോഗിക്കുന്നു അല്ലെ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പൊ നമ്മൾ എത്രത്തോളം നമ്മുടെ ഹാൻഡിൽ പൗഡർ കൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ട വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മിക്സിംഗ് പ്രോസസ് ആണ് ഇവിടെ ഈ ഒരു മിനി റോട്ടറി ഷീറ്റ് കൊണ്ട് നടപ്പാക്കുന്നത്. ഇതിലെന്താ പ്രധാനമായിട്ടും ചെയ്യുന്നത്? ഈസ്റ്റ് ഷേപ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻസ് ഇൻ പത്തോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, മോളിക്കുലർ ബയോളജി ഒക്കെ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് എന്ത് പറയുന്നത്? മിനി റോട്ടറി ഷീറ്റ്. അതിന്റെ പ്രവർത്തനം എന്താണെന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല. അത് മിലിറ്ററി പവർ കൊണ്ട് തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നന്നായിട്ട് തന്നെ ഷേക്ക് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് അല്ലെ അവിടെ കൃത്യമായിട്ട് തന്നെ അതിനുള്ളിലുള്ള കണ്ടന്റ് കൃത്യമായിട്ട് തന്നെ മിക്സ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ അത് സാധാരണയായിട്ട് ഇത് എന്താണ്, നമ്മളിപ്പോ പാത്തോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി, കെമിസ്ട്രി അല്ലെ, രസതന്ത്രം അങ്ങനെയൊക്കെയുള്ള മേഖലകളിലാണ് ഈ ഒരു കാര്യം അല്ലെ ഈ ഒരു മിനി റോട്ടറി ഷീറ്റിന്റെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ അല്ലെ വ്യത്യസ്ത അളവുകളിലാണ് നമ്മൾ രാസപദാർത്ഥങ്ങളൊക്കെ ഇടുന്നത് അല്ലെ. എന്നിട്ട് അത് നന്നായിട്ട് ഷേക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ടെസ്റ്റ് ട്യൂബ് കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ന് പറയുന്നത്. എന്തിനാ പറയുന്നത്? ഇതിനെ അത് പറയുന്ന ആ ഷേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ എക്യുപ്മെന്റിന്റെ പേരെന്താണ്? നമ്മളിപ്പോ കെമിസ്ട്രികളിലൊക്കെ ആണെങ്കിൽ അറിയാം, കുറച്ച് ഭാഗം ഇത്രയും എടുത്ത് അല്ലെ ഓരോ കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, മിനി റോട്ടറി ഞങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചതാണോ ആ എക്യുപ്മെന്റിന്റെ പേര് അങ്ങനെ വൈകാണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറച്ച് ഭാഗങ്ങളല്ലേ കുറേശ്ശെ ആയിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് ട്യൂബുകളിലൊക്കെ വരും. ഈ ടെസ്റ്റ് ട്യൂബുകളൊക്കെ കൃത്യമായിട്ട് ഷേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മിനി റോട്ടറി ഷീറ്റിലാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ എല്ലാവരെയും മിക്സ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രേഡ് മിൽ അല്ലെ. ട്രേഡ് മിൽ അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയ ഒരു കാര്യം തന്നെയാണ് അല്ലെ. ഈ കാലഘട്ടങ്ങളിലെ നവീകൃതമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ ഇതിന്റെയൊക്കെ ഫെസിലിറ്റി ചെയ്ത് അവൈലബിൾ ആയി തുടങ്ങി. നോക്കാം, ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അത് സ്ട്രെസ് മനസ്സിലാക്കാൻ അല്ലെ, നമ്മുടെ ഹേർട്ടിന്റെ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിന് മറ്റൊരു പേരിൽ പറയുന്നത് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അബ്രിവേഷൻ അല്ലെങ്കിൽ മറ്റൊരു പേര് ഇതൊക്കെ ഉള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ട്രെഡ്മില്ല് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. This is a cardiological test that evaluates the heart's capacity to respond to external stress in a controlled clinical environment. The stress response is pressured, pursued by excited or by drug stimulation. Okay, നമ്മളിപ്പോ എന്താണ് സാധാരണയായിട്ട് ക്രമരഹിതമായിട്ടുള്ള സ്പന്ദനങ്ങൾ അല്ലെ, നമ്മുടെ ഒരു സ്പന്ദന താളത്തിൽ എന്തെങ്കിലുമൊക്കെ ക്രമരഹിതമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്താ ഈ ഒരു കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതില് രക്തവിതരണത്തില് എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് അല്ലെ അത് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സാധാരണയായിട്ട് ഇപ്പോ കയറുന്നത് അനുസരിച്ചല്ലേ ഇത് ഓരോന്നും ഇലക്ട്രിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ എന്താണ് ആ വാല്യുവേഷൻസ് അല്ലെ കൂടുതൽ സമ്മർദ്ദങ്ങൾ വരുമ്പോൾ കൂടുതൽ പ്രഷർ വരുമ്പോൾ എന്തൊക്കെ വേരിയേഷൻസ് ആണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. ആ ഉത്തേജന ശക്തി സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഉത്തേജന അല്ലെ, ആ ഒരു മരുന്നിന്റെ സ്റ്റിമുലേഷൻ ഉത്തേജന ശക്തി കൊണ്ട് ഇവർക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട്
ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെങ്കിൽ ട്രേഡ് വീൽ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് നോക്കാവുന്നത് ഗ്ലൂക്കോമീറ്റർ. ഇതൊക്കെ ഇപ്പൊ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ. Glucose meter is a medical equipment which is used to determine the proper concentration of glucose in the blood. അല്ലെ, ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അളവ് അല്ലെ, നമ്മുടെ പഞ്ചസാരയുടെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ് ആണ്. It can also be a piece of glucose paper immersed into a substance and measured to the glucose chart. നമുക്കത് ചാർട്ടിലൂടെ അല്ലെ, ഇത് കൃത്യമായിട്ട് തന്നെ ചാർട്ടിൽ തന്നെ കൈകാര്യം ചെയ്ത് വരുമ്പോൾ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. അവിടെ ഒരു ചെറിയ രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ ആ ഒരു എന്താണ് നമ്മുടെ ബ്ലഡ് അല്ലെ, ബ്ലഡില് അതൊന്ന് കൊള്ളുമ്പോ തന്നെ അല്ലെ, അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ ടൈം വേരിയേഷൻസ് വെച്ച് നോക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് തന്നെ അത് കൃത്യമായിട്ട് കാണിച്ചിരിക്കും എത്രത്തോളം അല്ലെ ഇതുണ്ട്, ഗ്ലൂക്കോസിന്റെ അംശം ഇതിലുണ്ട് എന്ന് കൃത്യമായിട്ട് തന്നെ അവിടെ ഡിജിറ്റലൈസ് ചെയ്ത് കാണിച്ചിരിക്കും. ഓക്കെ, എന്താണ് അതിന്റെ പേര്? ഗ്ലൂക്കോമീറ്റർ. ജസ്റ്റ് പേരുകൾ ഒന്നുകൂടി പറഞ്ഞു പോവാം. ഗ്ലൂക്കോമീറ്റർ, ട്രേഡ് മില്ല് അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. നെക്സ്റ്റ് എന്താണ്? മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത് തന്നെ അറിയാം, അത് മിക്സ് ചെയ്യുന്നത് അല്ലെ. സെൻട്രിഫ്യൂജ്, വേർതിരിക്കുന്നത്, സെപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. ബൈനോക്കുലർ മൈക്രോസ്കോപ്പ്. എന്താണ്? യൂറോഫ്ലോമീറ്റർ ആൻഡ് PFT ടെസ്റ്റ്. PFT ടെസ്റ്റ് എന്ന് പറയുന്നത് ലങ്സിന്റെ കപ്പാസിറ്റി മനസ്സിലാക്കും. ഓക്കെ, അടുത്തയിലേക്ക് പോകാം. ഇൻഫ്യൂഷൻ പമ്പ്. Infusion pump injects fluids, medication of nutrients into patients' circulatory system. നമ്മുടെ പേഷ്യൻസിന്റെ ആ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിന് അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ഫുഡ്സ് ഒക്കെ ഈ ഇൻഫ്യൂഷൻ പമ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം പേഷ്യന്റ് അല്ലെ, നമ്മുടെ ആരോഗ്യവാനായ പേഷ്യന്റിന് അവനവന്റെ ബോഡിയിലെ അല്ലെ കൈകളും കാര്യങ്ങളും ഉപയോഗിച്ചിട്ട് തന്നെ അവർക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അല്ലാത്ത പേഷ്യൻസ് അല്ലെ, അങ്ങനെ എന്താ വെച്ചും കൂടി ക്രിട്ടിക്കൽ സ്റ്റേജസ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ എല്ലാം വെരിഫൈ ചെയ്യാം. നമുക്ക് ഈ ആ ബോഡിക്ക് എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം വേണം, എത്രത്തോളം വേണ്ട എന്നുള്ളത് ക്ലാരിഫൈ ചെയ്തിട്ട് വേണ്ടി വരും അവർക്ക് ഭക്ഷണങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ മെഡിസിൻസ് ഒക്കെ എത്തിക്കാനായിട്ട് അല്ലെ, അത് ശരീരത്തിലേക്ക് പ്രവഹിക്കാനായിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പമ്പാണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവീനിയസ്ലി, ഓൾസോ സബ്ക്യൂട്ടേനിയസ്, ആർട്ടീരിയൽ ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. ഓക്കെ, അതായത് നമുക്കറിയാം ഇത് പലപ്പോഴും അല്ലെ സാധാരണ രീതിയിൽ ഇൻട്രാവീനിയസ്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഞരമ്പിലൂടെയാണ് സാധാരണ രീതിയിൽ ഇത് കൊടുക്കുന്നത്. അതല്ലാതെ നമുക്കറിയാം എന്താണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുമ്പോൾ ചർമ്മത്തിന് കീഴിലൂടെ അല്ലെ സാധാരണ രീതിയിൽ ധമനിയിലൂടെ ഇത് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇൻ കേസ് നമ്മളുടെ അനസ്തീഷ്യ അല്ലെ അതുപോലെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ അല്ലെ അവിടെ നട്ടലിന് ചേർന്നിട്ടാണ് എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ, നട്ടലിനോട് ചേർന്നിട്ടാണ് നമ്മൾ അനസ്തീഷ്യ ഒക്കെ കൊടുക്കുന്നത്. അത്തരത്തിലുള്ള മെഡിസിൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നു. അപ്പോ എന്താണ് ഇൻട്രാവീനിയസ്ലി എന്ന് പറയുമ്പോൾ ഞരമ്പിലൂടെ അല്ലെങ്കിൽ ചർമ്മത്തിന് കീഴിലുള്ള ധമനിയിലൂടെ ആർട്ടീരിയലിലൂടെയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നട്ടലിനെയൊക്കെ എന്താണ് അനസ്തീഷ്യ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ പമ്പിന്റെ സഹായത്തോടെ കുറച്ചല്ലേ അധികം അളവ് കൂടുതൽ കൊടുക്കാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പം അത് കൃത്യമായിട്ടുള്ള അളവിൽ കേന്ദ്രീകരിച്ചിട്ട് തന്നെ കൊടുക്കാനായിട്ട് ഈ ഇൻഫ്യൂഷൻ പമ്പ് കൊണ്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിച്ചിട്ട് ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറയുന്നത് മെഡിക്കൽ അല്ലെ നമ്മൾ മെഡിസിൻസ് ഒക്കെ
സാധാരണയിൽ ഇച്ചിരി കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കൊടുക്കേണ്ട മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അല്ലെ. നോർമലി അത് ഇൻട്രാവീനിയസ്ലി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതേമാതിരി തന്നെ സബ്ക്യൂട്ടീനിയസ് അല്ലെ, ചർമ്മത്തിന് അടിയിലൂടെ എന്താണ് ചർമ്മത്തിന് അടിയിലൂടെ കൊടുക്കാനായിട്ട് അത് ചെറിയ രീതിയിൽ തന്നെ ആ ഒരു വെയിന് അല്ലെ കൃത്യമായിട്ട് തന്നെ ആ കമ്പനികളിൽ തന്നെ കൊടുത്തിട്ടാണ് അത് ഫോഴ്സ് ചെയ്തിട്ട് ആ മെഡിസിൻസ് ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെ. പിന്നെ സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻസ്. നമുക്കറിയാം നട്ടെല്ലിലൂടെ കൊടുക്കേണ്ട മെഡിസിൻസ് കൊടുക്കാനായിട്ട് ഈ ഇൻഫെക്ഷൻ പമ്പ് യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? പേരുകളൊക്കെ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഇൻഫ്യൂഷൻ പമ്പ്? എക്സ്റേ. എക്സ്റേ നമുക്ക് അറിയാവുന്ന കാര്യം അല്ലെ. ആർക്കെങ്കിലും മിക്കവാറും ആരെങ്കിലൊക്കെ എക്സ്റേ എടുത്തിട്ടുണ്ടാകും. നോക്കുക, എക്സ്റേ ഈസ് എ സ്ട്രിക്റ്റ് പെയിൻ ഫ്രീ പമ്പൊക്കെ ചെയ്യും. Pain free procedure that is done to make the image of the structures within the body, especially the bones. ഓക്കെ, നമുക്കറിയാം പെട്ടെന്ന് ഒരു പെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അല്ലെ എന്തെങ്കിലും പെയിൻ ഫ്രീ ആവാനായിട്ട് എന്താണ് പ്രശ്നം സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു പിക്ചർ അല്ലെ ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് എക്സ്റേ എടുക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ബോഡിയുമായിട്ട് അല്ലെ ബോൺസുമായിട്ട് എന്തെങ്കിലും എല്ലിന്റെയൊക്കെ ഒടിവ് ചതവ് ഒളിവൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേ എടുക്കാറുള്ളത് അല്ലെ. ഏത് വശമാണെങ്കിലും ആ ഒരു സ്പെഷ്യൽ ഇമേജ് മാത്രം നമുക്ക് അല്ലെ, ഒരു കയ്യിൽ ചതവാണ് അല്ലെങ്കിൽ ഒളിവാണെങ്കിൽ ആ ഒരു പോർഷൻ മാത്രം എക്സ്റേ എടുത്തിട്ട് നമുക്ക് അത് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്റേ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ടൈമിൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പെയിൻ റിമൂവ് ചെയ്യാനായിട്ട് ഇമേജ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. CT സ്കാൻ എക്സ്റേ പോലെ തന്നെ ഒരു സംഭവമാണ്, പക്ഷെ ഇത്രയും കൂടി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ഒരു കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാൻ ആണ് നമ്മൾ CT സ്കാൻ എന്ന് പറയുന്നത്. അത് ഫുൾ ഫോം ഒക്കെ ഫസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. A computed tomography scan or CT scan utilizes computer processed combinations of many X-rays measurements taken from various angles to make a cross-sectional image of a particular area of a scanned object, then permitting the user to observe inside the object without the shearing. അതായത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കിപ്പോ ഒരു കൈവേദന അല്ലെ, ഒരു ഉരുവ് ചതവ് എന്നൊക്കെ പറയുമ്പോൾ അവർ എക്സ്റേ എടുക്കുന്നവരാണ്. അതേസമയം നമുക്ക് അല്ലെ കുറച്ചും കൂടി നമ്മൾ ഈ ഭാഗം മൊത്തം എന്തോ വേദന അല്ലെ, അത് ഒരു സൈഡ് അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്ക് ബ്രെയിൻ എന്തെങ്കിലും അല്ലെ എന്തെങ്കിലും ഒരു തലയ്ക്ക് എന്തെങ്കിലും അല്ലെ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് പറയും അതിന്റെ മൊത്തം ഒരു CT ഇരിക്കേണ്ടതായിരുന്നു അല്ലെ. അത് തലയുടെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു സൈഡ് CT ഇരിക്കുന്നത്. കാരണം ഇവിടെ എക്സ്റേയുടെ വർക്ക് തന്നെയാണ് ഇവിടെ വരുന്നത്, പക്ഷെ എന്താണ് ആ ഒരു നിശ്ചിത ഒരു ഭാഗം മാത്രമല്ല അല്ലെ, ആ ഒരു സ്പെഷ്യൽ ഇമേജ് മുഴുവനും ലഭ്യമാക്കേണ്ടതുണ്ട്. ആ ഒരു നിശ്ചിത ഒരു സ്പെഷ്യൽ ഒരു പോർഷൻ മാത്രം നമുക്ക് ഇമേജ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറിന് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു പ്രത്യേക ഭാഗം തന്നെ അല്ലെ, അതൊരു പ്രത്യേക ഭാഗം തന്നെ എന്താണ് ഇമേജോട് കൂടിയിട്ട് ലഭ്യമാക്കണം. എങ്കിലാണ് ഡോക്ടറിന് അവിടെ എന്തെങ്കിലും നെർവസിന് കട്ട അല്ലെ ബ്ലോക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എന്നൊക്കെ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി ആണ്, അതായത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് പിക്ചറൈസ് ചെയ്യുന്നത്. ആ ഇമേജിൽ നിന്നാണ് ഡോക്ടർക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യൂട്ടിലൈസ് കമ്പ്യൂട്ടർ പ്രോസസ്സർ കോമ്പിനേഷൻ ഓഫ് മെനി എക്സ്റേസ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് എക്സ്റേയുടെ ഒരു കോമ്പിനേഷൻ ആണ് എന്തെന്ന് പറയുന്നത് CT എന്ന് പറയുന്നത്. CT എന്ന് പറയുന്നത് അപ്പൊ ഒരുപാട് ഒന്നിച്ച് ആ ഒരു കോമ്പിനേഷൻ ലഭ്യമാവുകയാണ്. taken from various angles to make cross-sectional images of a particular area. ഒരു particular area അതാണ് പ്രധാനപ്പെട്ടത്. ഒരു particular area അല്ലെ, നമ്മുടെ ബ്രെയിനിന്റെ മാത്രം അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം അല്ലെ, അത് മൊത്തത്തിൽ ആ ഒരു ഭാഗത്തിന്റെ മൊത്തം ഒരു ഇമേജസ് ആണ് അവിടെ ലഭ്യമാകുന്നത്. Then the scanned object parametric user observe inside the object without the tearing. എന്ന് വെച്ചാൽ ടിയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടിയറിംഗ് ഒഴിക്കാതെ തന്നെ അതിന്റെ ഉള്ളിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ ഇമേജിൽ നോക്കിയിട്ട് ഡോക്ടറിന് ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുകയും അതനുസരിച്ചുള്ള മെഡിക്കൽസ് ഒക്കെ അല്ലെ മുന്നോട്ട് പോകാനായിട്ട് ട്രീറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഓക്കെ, ഇതിന്റെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണ്, അതായത് ഫുൾ ഇമേജ് കിട്ടുന്ന ഒരു വേർഷൻ ആണ് എന്ത് പറയുന്നത് MRI എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുക, എക്സ്റേ ആണ്
ചെറിയൊരു നിശ്ചിത ഭാഗം മാത്രം അല്ലെ, ഒരു ചതുരത്തിലേക്ക് ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇമേജ് കിട്ടുന്നത് അല്ലെ. ഒരുപാട് എക്സ്റേയുടെ കോമ്പിനേഷൻ ആണ് ഇത് പറയുന്നത്. CT എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പോർഷൻ അല്ലെ, ഒരു പ്രത്യേക വിഭാഗത്തിന് മൊത്തത്തിൽ നമുക്ക് ലഭ്യമാകുന്നു. MRI എന്ന് പറയുന്നത് നമുക്കറിയുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവുന്നില്ല ഒരു ഇന്ന വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു തലയുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് ഈ രോഗിക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡിന്റെ മാത്രം നെർവിന് എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഈ രോഗിക്ക് സംഭവിച്ചിരിക്കുന്നത് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഡോക്ടർ എന്താ പറയാ, MRI സ്കാൻ എടുക്കാൻ പറയും അല്ലെ. MRI സ്കാൻ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫുൾ ബോഡി ഇമേജസ് ആണ് മുന്നിൽ കൊണ്ടുവരുന്നത്. അതിന്റെ എല്ലാ ഇമേജസും കൊണ്ടുവരുമ്പോൾ ഡോക്ടറിന് മനസ്സിലാവും ഓക്കെ ഇത് എന്തുകൊണ്ടാണ് ഈ രോഗിക്ക് ഇങ്ങനെ സംഭവിച്ചിരുന്നത്. ക്ലിയർ പിക്ചർ ഡോക്ടറിന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ MRI എന്ന് പറയുന്നത് നോക്കാം. MRI എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് മേക്സ് sure of a large magnet and radio waves to observe organ structures inside the body. Okay, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ അല്ലെ കാന്തികമായിട്ടുള്ള ഒരു അനുകരണ ചിത്രമാണ് അവിടെ ലഭ്യമാകുന്നത്. അതിന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ട്, അതായത് മാഗ്നറ്റിക് ആൻഡ് റേഡിയോ വേവ്സ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള പിക്ചറാണ് ബോഡിയുടെ ഉള്ളിലുള്ള എല്ലാ ആന്തരിക അവയവങ്ങളുടെ എല്ലാം ഘടനയുടെ ഒരു പിക്ചറാണ് ലഭ്യമാകുന്നത്. Healthcare professionals makes use MRI scan to diagnose various of conditions that affect you. Okay, healthcare professionals makes എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡോക്ടേഴ്സ് അല്ലെ, അവര് തീർച്ചയായിട്ടും MRI സ്കാൻ എടുക്കുന്നത് അത് രോഗനിർണയത്തിന് വേണ്ടിയിട്ടാണ് MRI സ്കാൻ എടുക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊക്കെ കാര്യങ്ങളുടെ എഫക്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്, ബോൺസ് ആൻഡ് ജോയിന്റ്സ്, then breaths, breast and heart and blood vessels. ഓക്കെ, ഇതിനെല്ലാം തന്നെ അല്ലെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് ഡോക്ടേഴ്സ് MRI സ്കാൻ എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ചെറിയ ചെറിയ നെർവുകൾ അല്ലെ, അത് ബ്രെയിനിലാണെങ്കിലും അതല്ലെങ്കിൽ സ്പൈനൽ കോഡിലെ ഡിസ്കുകളിലോ അല്ലെങ്കിൽ കേസ് ബോണിലെ അല്ലെ, നമുക്കറിയാം നെയിലുകളിലൊക്കെ മച്ചകളിലോ അല്ലെ ജോയിന്റ്സുകളിലോ അങ്ങനെ എവിടെയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഡോക്ടേഴ്സിനെ സഹായിക്കുന്ന ഒരു സ്കാൻ എന്ന് പറയുന്നത് MRI സ്കാൻ ആണ്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു അബ്രിവേഷനൊക്കെ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് അല്ലെ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് എന്ന് പറയുന്നതാണ് MRI സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരീരത്തിലെ ആന്തര അവയവങ്ങളുടെ ഘടനയ്ക്ക് അവരുടെ പ്രവർത്തനത്തിനൊക്കെ എന്തെങ്കിലും അല്ലെ കൃത്യമായിട്ട് എന്തെങ്കിലും ഡിസൈഡ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിന്റെ നെർവിനോ മജ്ജയ്ക്കോ അല്ലെങ്കിൽ മസിൽസിനോ എന്തിനെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് MRI സ്കാൻ ഡോക്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? മൂന്ന് സ്കാനുകളും ഓക്കെയാണോ? അവിടെ എക്സ്റേ നമ്മൾ എടുത്തു, പിന്നെ CT സ്കാനും, അതേമാതിരി തന്നെ MRI. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചെയ്യാം. നമുക്ക് അടുത്ത് നോക്കാം. ഓട്ടോക്ലാവ്. ഓട്ടോക്ലാവ് ഒക്കെ നിങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? നമ്മുടെ എക്യുപ്മെന്റ്സ് ഒക്കെ അണുക്കളൊക്കെ വിമുക്തമാക്കണം അല്ലെ? അത് മുക്തമാക്കുന്ന ഒരു കാര്യമാണ് നടപ്പാക്കുന്നത്. അതായത് സാധാരണ രീതിയിൽ അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഒന്നും നമുക്ക് വീണ്ടും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സർജിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ നമ്മൾ എന്താണ് അണുവിമുക്തമാക്കണം അല്ലെ? An autoclave is a mechanical device that uses high temperature, steam, and pressure to destroy microorganisms such as bacteria, virus, fungus, and those on items that are put inside the pressure vessel. Okay, നമുക്കറിയാം നമ്മൾക്ക് എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് മാത്രമാണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എക്യുപ്മെന്റ്സിലൊക്കെ അല്ലെ ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ആ എക്യുപ്മെന്റ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ അണുക്കളെ പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഹൈ ടെമ്പറേച്ചർ കൂടുതൽ മർദ്ദത്തില് എന്താണ് ആവി കൊടുത്ത് അതിലെ അണുക്കളെ നഷ്ടമാക്കിയത്. അണുക്കൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാക്ടീരിയകൾ പെടാം, വൈറസ്, ഫംഗസ് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അണുക്കളും അതിൽ പെടാം. അത്തരത്തിലുള്ള അണുക്കളെ എല്ലാം കൂടുതൽ പ്രഷർ കൊടുത്ത് മർദ്ദത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് ആവിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് അണുക്കളെ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവർത്തനമാണ് എന്തിൽ നടപ്പാക്കുന്നത്? ഓട്ടോക്ലാവ് മെഷീനിൽ നടപ്പാക്കുന്നത്. ഓട്ടോക്ലാവ് ഈസ് എ മെക്കാനിക്കൽ ഡിവൈസ് ഒക്കെ അവിടെ ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് അത് യൂസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അണുക്കളെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടപ്പാക്കുന്നത്. Autoclaves are commonly used as steam sterilizers in healthcare, laboratory, food and pharmaceutical industries as steam sterilizers. നമുക്കറിയാം അവിടെ തീർച്ചയായിട്ടും ഈ സ്റ്റെറിലൈസേഷൻ അതായത് അണുവിമുക്തമാക്കുന്ന ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് ഓട്ടോക്ലാവ് കോമൺലി യൂസ് ചെയ്യുന്നത്. എവിടെയൊക്കെയാണ് വിമുക്തമാക്കാനായിട്ട് സാധ്യതയുണ്ട്? നമുക്കറിയാം ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ലബോറട്ടറികളിലൊക്കെ അണുക്കൾ നിറഞ്ഞ എക്യുപ്മെന്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അല്ലെ അവിടെ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഇതിലെല്ലാം അണുക്കൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മേഖലകളിലെല്ലാം അണുവിമുക്തമാക്കുന്ന ഒരു പ്രോസസ്സ് നടപ്പാക്കുന്ന ഒരു മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരെന്താണ്? ഓട്ടോക്ലാവ് അല്ലെ? സ്റ്റെറിലൈസേഷൻ പ്രോസസ് ആണ് ഓട്ടോക്ലാവ് മെക്കാനിസത്തിൽ നടപ്പാക്കുന്നത്. സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അണുവിമുക്തമാക്കുന്ന പ്രോസസ്. ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് ഇൻക്യുബേറ്റർ. ഇൻക്യുബേറ്റർ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? ഒരു കുഞ്ഞുകുട്ടിയൊക്കെ ആ പിക്ചറിൽ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ? പ്രായം അല്ലെ മാസം തികയാതെ ഡെലിവറി വരുന്ന കുട്ടികളെ അല്ലെ നവജാത ശിശുക്കളെ അത് അവരുടെ വളർച്ച ഗ്രോത്ത് അല്ലെ കൃത്യമായിട്ട് എത്തുന്നത് വരേക്കും കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നത്. An infant incubator is a small equipment commonly used in pediatric hospitals, birthing centers, and neonatal intensive care unit. ശിശു സംബന്ധമായ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ അതെന്താണ് ശിശു സംബന്ധമായിട്ടുള്ള യൂണിറ്റുകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ബർത്തിങ് സെന്ററിൽ അല്ലെങ്കിൽ പീഡിയാട്രിക് സെന്ററിൽ അവിടെയൊക്കെയാണ് ഈ എക്യുപ്മെന്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. Possibly the most apparent function of an infant incubator is to safeguard infants during the earliest stage of life. അതായത് നേരത്തെ കൂട്ടി ജനിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഗ്രോത്ത് ആകുന്നത് വരേക്കും ആവശ്യമായിട്ടുള്ള ചൂട് അല്ലെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് സേഫ് ഗാർഡായിട്ട് നിലകൊള്ളുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ അല്ലെ കുട്ടി അമ്മയുടെ മാതൃ അല്ലെ ശരീരത്തിലായിരിക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചൂട് അല്ലെ സംഭവങ്ങളൊക്കെ അതിന് ഓൾറെഡി കിട്ടുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ ആ അറ്റ്മോസ്ഫിയറിനോട് പ്രതികരിക്കാനായിട്ട് കുട്ടിക്ക് ആരോഗ്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ? അതിന്റെ ആരോഗ്യം ആ ഒരു അന്തരീക്ഷത്തിനോട് പൊരുത്തപ്പെടുന്നത് വരേക്കും നമുക്കറിയാം ഇൻക്യുബേറ്ററിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും കുട്ടി വളർന്നു വരുന്നത്.
ഓക്കെ, അതിന്റെ ബാക്കി വിശേഷങ്ങളൊന്നും നിങ്ങൾ വൈഡായിട്ടൊന്നും മനസ്സിലാക്കേണ്ട, ജസ്റ്റ് കാര്യം മനസ്സിലാക്കുക. ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ഇൻഫന്റിനൊക്കെ സെൽഫാർഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ശരിയല്ലേ? മെഡിക്കൽ റെഫ്രിജറേറ്റർ. മെഡിക്കൽ റെഫ്രിജറേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഫ്രിഡ്ജിന്റെ അല്ലെ റെഫ്രിജറേറ്റർ ആണ്. അവിടെ പ്രധാനമായിട്ടും മെഡിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ തീർച്ചയായിട്ടും അത്രയും ഡിഗ്രി സെൽഷ്യസിൽ അല്ലെ, അതായത് അത്രയും ഐസോഡില് കൂളായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ റെഫ്രിജറേറ്റർ ഉപയോഗിക്കുന്നത്. നോക്കാം. Medical refrigerators are particularly designed to meet the required temperature demands for safe vaccine storage. നമുക്കറിയാം എപ്പോഴും വാക്സിൻസ് ഒക്കെ സ്റ്റോറേജ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ റെഫ്രിജറേറ്ററിലാണ് അല്ലെ. അത് അത്രയും ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും അത് സ്റ്റോർ ചെയ്യുന്നത്. അതിനപ്പുറം ചെയ്ത് അല്ലെ, അതിന് കൂടിയാലും അതിൽ കുറഞ്ഞാലും നമുക്കറിയാം ആ വാക്സിൻ നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് ടെമ്പറേച്ചർ റേഞ്ചസ് ബിറ്റ്വീൻ 35 ഡിഗ്രി ഫാരൻഹീറ്റ് to 46 degree Fahrenheit. These medical refrigerators will securely store a wide range. Okay, കൂടുതലായിട്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഈ റെഫ്രിജറേറ്ററിന്റെ ആ ഒരു റേഞ്ച് ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ് വരെയുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും റെഫ്രിജറേറ്ററിലെ കാര്യങ്ങൾ അല്ലെ, അവിടെയുള്ള സംഭവങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. നമുക്കറിയാം ചിലതൊക്കെ അല്ലെ ഈ മെഡിസിൻസ് വരെയുണ്ട് അല്ലെ. ചില മെഡിസിൻസ് ഒക്കെ എന്താണ് അത് റെഫ്രിജറേറ്ററിൽ തന്നെ സൂക്ഷിക്കണം അല്ലെ. ജീവനുള്ള ബാക്ടീരിയകളെ വരെ മെഡിക്കലായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. എന്നിട്ട് അത്തരത്തിലുള്ള മെഡിസിൻസ് നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള മെഡിസിൻസ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾ വീട്ടിലാണെങ്കിലും റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കണേന്ന് പറയും അല്ലെ. ചില മെഡിസിൻസ് ഒക്കെ റെഫ്രിജറേറ്ററിൽ തന്നെ സൂക്ഷിച്ചിട്ടായിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ഈ ഒരു ഫാരൻഹീറ്റിലായിരിക്കും ആ ഒരു എന്താണ് മെഡിസിൻസും സംഭവങ്ങൾ വാക്സിൻസ് ഒക്കെ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു 35 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 46 ഡിഗ്രി ഫാരൻഹീറ്റ് ആ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് വാട്ടർ. അക്കറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ കാണുമ്പോൾ തന്നെ പെരിയവൾ അങ്ങനെയുള്ള അവസ്ഥ നമ്മൾക്കൊന്നും വരല്ലേ എന്നുള്ളത് അല്ലെ. ഇൻ കേസ് പ്രായാധിക്യമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതിന്റെയൊക്കെ സപ്പോർട്ടൊക്കെ ആവശ്യമില്ല അല്ലെ. Walker or walking frame is an instrument for elderly and disabled elderly people who require extra support to maintain balance or stability while they walk. Okay. നമുക്കറിയാം അത് കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് അല്ലെ പിടിച്ച് വാക്ക് ചെയ്യുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു മോഡലാണിത്. അവർക്ക് എന്താണ് സ്റ്റാർട്ടിങ്ങിൽ അല്ലെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഡിസേബിൾഡ് കാലിന് എന്തെങ്കിലുമൊക്കെ ഡിസേബിൾഡ് അവർക്ക് വെച്ചിരിക്കാനുള്ള ശേഷിക്കുറവൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ള വ്യക്തികളൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഫിസിയോതെറാപ്പി അതിനുള്ളിൽ വന്ന് അല്ലെ കൃത്യമായിട്ട് അങ്ങോട്ട് നടന്നാണ് അവര് ഒന്ന് അല്ലെ സ്റ്റെപ്പ് ബൈ ആയിട്ടായിരിക്കും ചിലപ്പോൾ മൂവ്മെന്റ് പിന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലെ, ഒരു എക്യുപ്മെന്റ് ആണ് എന്ന് പറയുന്നത് വാക്കർ എന്ന് പറയുന്നത്. ഒരു എക്സ്ട്രാ സപ്പോർട്ടാണ് അത് ലഭ്യമാകുന്നത്. സ്വമേധയാ നടക്കാൻ ശേഷിയില്ലാത്തവർക്ക് ഒരു മെയിൻറ്റെയിൻ ബാലൻസ് അല്ലെ, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് വാക്ക് ചെയ്യുമ്പോൾ ഒരു നിലനിൽപ്പ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വാക്കർ എന്ന് പറയുന്നത്. ാണോ? നെക്സ്റ്റ് നോക്കുന്നത് ട്രക്യൂസ്റ്റമി. ട്രക്യൂസ്റ്റമി എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ് അല്ലെ. It is a surgical procedure consisting of making an incision on the interior aspect of the neck and opening the direct airway through an incision in the trachea. ശ്വാസനാളത്തിലൂടെ നമുക്ക് എന്തെങ്കിലും എയർവേ ഒക്കെ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവിടെ ഒരു
സർജിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസിഷൻ അല്ലെ, അവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ടാണ് നേരെ ശ്വാസനാളത്തിൽ കൂടെ നമുക്ക് വായുവൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ശ്വാസമർദ്ദം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ന് പറയുന്നത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ട്രക്കിയോസ്റ്റമി ഓർത്ത് വയ്ക്കുക. ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു എന്താണ് ഇൻസിഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു സർജിക്കൽ പ്രോസസ് ആണ്. അത് നേരെ ട്രക്കിയിലേക്ക് അല്ലെ, ശ്വാസനാളത്തിലേക്ക് എന്താണ് നേരിട്ട് നമുക്ക് ശ്വാസം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ നടപ്പാക്കുന്ന ഒരു രീതിയാണ് എന്നത് പറയുന്നത് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. ഓക്കെ, അത് നെക്കിന്റെ ഭാഗത്താണ്. കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. സർജിക്കൽ പ്രൊസീജിയർ consisting making an incision on the anterior aspect of the neck. നെക്കിന്റെ ഭാഗത്തായിട്ടാണ് ആ ഒരു ഇൻസിഷൻ മുറിവ് ഉണ്ടാക്കുന്നത്. Then and opening the direct airway. എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? എയർവേ, നമ്മുടെ വായു ശ്വാസത്തിലേക്ക് നേരിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രക്രിയ വഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെക്കിന്റെ ആ ഒരു പൊസിഷനിൽ ഒരു ഇൻസിഷൻ, ഒരു മുറിവ് ഉണ്ടാക്കിയിട്ട് ഒരു അല്ലെ ഈ ഒരു എക്യുപ്മെന്റിന്റെ സഹായം, ഈ ഒരു ട്യൂബിന്റെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള ട്യൂബിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുറിവ് അവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. അതായത് നേരിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യം അറേഞ്ച് ചെയ്യുന്നത്. എന്താണ് അതിന്റെ പേര്? ട്രക്കിയോസ്റ്റമി. ഒക്കെയാണോ? ഓർത്ത് വയ്ക്കാൻ ഡയറക്റ്റ് എയർവേ പ്രൊസീജിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ക്രച്ചസ്. എന്താണ് ക്രച്ചസ്? ക്രച്ചസ് എന്ന് പറയുമ്പോൾ അല്ലെ ഊന്നുവടികൾ അല്ലെ, പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഊന്നുവടികളാണ്. നമുക്കറിയാം ഏത് സമയത്തൊക്കെയാണ് ഈ ഊന്നുവടികൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ളത് അല്ലെ. പ്രത്യേകിച്ച് അല്ലെ ചിലപ്പോൾ മുട്ടുവേദന, കാലിന് എന്തെങ്കിലും പ്രോബ്ലം, അല്ലെങ്കിൽ മസിലിന് എന്തെങ്കിലും പ്രോബ്ലം അല്ലെ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഈ ഊന്നുവടികളൊക്കെ ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ, അപ്പം crutches are a kind of a walking aid that help to enhance the size of an individual's base of a support. അതായത് ഓരോ വ്യക്തികൾക്കും പല ആവശ്യങ്ങളായിരിക്കും അല്ലെ. ചിലർ ജന്മനാ തന്നെ അവർക്ക് ഉയരക്കുറവൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സപ്പോർട്ടോട് കൂടിയിട്ട് അല്ലെ, അതിന്റെയൊക്കെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രമായിരിക്കും എന്താണ് ജീവിതത്തിന് മുന്നേറാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഓരോ ഇൻഡിവിജ്വലിന്റെയും ബേസിക് സപ്പോർട്ട് അത് അവരുടെ സൈസ് അനുസരിച്ചിട്ട് ഈ ഒരു വാക്കിംഗ് എയ്ഡ് എന്ന് വെച്ചാൽ അതിന് ഉപയോഗിക്കാം. ഈ ഊന്നുവടികളുടെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നത്. They carry weight from the lungs to the upper body and are many times used by people who are unable to add their lungs to support their weight from short-term injuries or too long-lasting disabilities. നമുക്കറിയാം ഇത് ചിലപ്പോൾ വേണമെങ്കിൽ ഈ ഊന്നുവടികളുടെ സഹായത്തോട് കൂടിയിട്ട് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് അവരുടെ ബോഡി ഒക്കെ ആയി കഴിയുമ്പോൾ നമുക്കത് റിമൂവ് ചെയ്യും അല്ലെ. ചിലർക്ക് പക്ഷെ നീണ്ട കാലത്തേക്ക്, ചിലർക്ക് ജന്മനാ തന്നെ മുഖമുള്ളവർക്ക് ചിലപ്പോൾ ജീവിതാന്ത്യം വരെ ഇത് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടതായി അല്ലെ. പലതരത്തിലുള്ള ക്രച്ചസുകളുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യകത അനുസരിച്ചിട്ടാണ് ഈ ക്രച്ചസുകൾ ഉപയോഗിക്കുന്നത് അല്ലെ. ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസിനൊക്കെയാണ് ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. ക്രച്ചസ് ആർ 3 types. Axillary crutches, elbow crutches and gutter crutches. 3 crutchesനെ കുറിച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് ആക്സിലറി ക്രച്ചസ് എന്ന് പറയുന്നത് പൊക്കം കുറഞ്ഞ വ്യക്തികളിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രച്ചസ് ആണ്. എൽബോ ക്രച്ചസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, കൈമുട്ട് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഗട്ടർ ക്രച്ചസ് എന്ന് പറയുമ്പോൾ എന്താണ് ഗട്ടർ അല്ലെ, മുടന്തന്മാർക്കൊക്കെ താങ്ങായിട്ട് നിൽക്കുന്ന ഒരു ക്രച്ചസിനെയാണ് ഗട്ടർ ക്രച്ചസ് എന്ന് പറയുന്നത്. അങ്ങനെ 2-3 ക്രച്ചസിനെ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ക്രച്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അത് ഊന്നുവടികളാണ്. പലതരത്തിലുള്ള ഊന്നുവടികളുണ്ട്. ഓരോ വ്യക്തികളുടെയും ആവശ്യാനുസരണം പലതരത്തിലുള്ള ഊന്നുവടികളുണ്ട് അല്ലെ. അവരുടെ ശരീരത്തിന്റെ ആവശ്യകത, ചിലർക്ക് ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റാത്തതായിരിക്കും, ചിലർക്ക് ജന്മനായുള്ള ആവശ്യമുള്ള വ്യക്തിത്വമായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും ആക്സിഡന്റൽ കേസുകളൊക്കെ വരുമ്പോൾ ഇതിന്റെയൊക്കെ ആവശ്യകത വരുന്നതായിരിക്കും, ചിലർക്ക് ഇതൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുമായിരിക്കും, ചിലർക്ക് ലോങ് നാള് ഇത് ഉപയോഗിക്കേണ്ടി വരും, ചിലർക്ക് അവസാനം വരെ ഇത് ഉപയോഗിക്കേണ്ടതായിരിക്കും. ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ക്രച്ചസ്. ക്രച്ചസ് എന്ന് പറയുമ്പോൾ ഊന്നുവടികൾ യാണോ? നമുക്ക് നെക്സ്റ്റ് നോക്കാം.
cardiac monitor. So the cardiac monitor is an equipment that exhibits the electrical and the pressure waveforms of the cardiovascular system for measurement and treatment. About a minute. Cardiac monitor എന്ന് പറയുമ്പോൾ ചെയ്യാലോ. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലെ നമ്മൾ എന്തെങ്കിലും അഡ്മിഷൻ ഇത്രയും ക്രിട്ടിക്കൽ കേസ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്ന അല്ലെ ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിലിങ്ങനെ കൃത്യമായിട്ട് തന്നെ അവിടെ അല്ലെ ഡ്രംസുകളൊക്കെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ടി ശബ്ദത്തോട് കൂടിയിട്ടുള്ള തരംഗത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യും. അതിനനുസരിച്ചിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത് നോക്കി ഇവരുടെ പ്രഷർ ഓക്കെയാണ്, പൾസ് ഓക്കെയാണ് അല്ലെ, ഹാർട്ട് ബീറ്റിംഗ് ഒക്കെ ഓക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി തന്നെ ഡോക്ടേഴ്സിന് അത് ക്ലിയർ ഔട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. കാർഡിയാക് മോണിറ്റർ. Cardiac monitor is an equipment that exhibits the electrical and the pressure waveforms of the cardiovascular system for measurement and treatment. എന്താ നമ്മുടേതായിട്ടുള്ള ബീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളത് ഇലക്ട്രിക്കിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് തരംഗങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട് പ്രദർശിപ്പിക്കുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനമാണ് എന്ന് പറയുന്നത് കാർഡിയക് മോണിറ്റർ എന്ന് പറയുന്നത്. Parameters particular to respiratory function can also be calculated. നമുക്കറിയാം നമ്മുടേതായിട്ടുള്ള ബ്രീത്തിങ് പ്രോബ്ലംസ് വരെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് വരെ അത് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്ത് രേഖപ്പെടുത്തുന്നുണ്ട്. Then it is most commonly used in an emergency room and critical care areas to observe post-operative patient. Then patients with critical electrolyte imbalance and other unstable patients. Okay, നമുക്കറിയാം എന്തെങ്കിലും അല്ലെ അസന്തുലിതാവസ്ഥയിലുള്ള പേഷ്യൻസ്, റെസ്പിറേറ്ററി പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അസന്തുലിതാവസ്ഥയിലുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർ, എമർജൻസി കെയർ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാറ്. കാർഡിയക് മോണിറ്ററിന്റെ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യാറ്. അവർ ഓക്കെയാണോ, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് കേസ് വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് തല ഇറങ്ങി കുളഞ്ഞു വീഴുന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കാർഡിയാക് മോണിറ്റർ അവിടെ അല്ലെ സജ്ജീകരിക്കും. അവരാദ്യം അത് അനലൈസ് ചെയ്തിട്ടായിരിക്കും ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ആയിട്ട് കൊണ്ടുപോകും അല്ലെ. അപ്പൊ അവിടെ കൃത്യമായിട്ട് തന്നെ പൾസും പ്രഷറും അവരുടെ റെസ്പിറേറ്ററി കാര്യങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് ഡോക്ടേഴ്സിന് സാധിക്കും. അതനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അല്ലെ പുതിയ പുതിയ ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാർഡിയാക് മോണിറ്റർ ഒരു പോയിന്റ് കൂടിയേ ഉള്ളൂ. ഓരടിച്ചോ ഒന്നിച്ചിരുത്തിയിട്ട് കുഴപ്പമില്ല അല്ലെ. എക്യുപ്മെന്റ് ആയതുകൊണ്ട് ഒരുപാട് അതിന്റെ അല്ലെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് എക്യുപ്മെന്റും അതിന്റെ ഉപയോഗം എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി അല്ലെ. എന്തായാലും ഒരു പോയിന്റ് കൂടിയുണ്ട്, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇല്ലല്ലോ, ഇതുകൂടി കഴിഞ്ഞിട്ട് നിർത്തിയാൽ പോരെ. ട്രാക്ഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് വന്ന് ട്രാക്ഷൻ എന്ന് പറയുന്നത്. Traction is a set of mechanisms to straighten broken bones or relieve pressure on the spine and bones. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും സ്പൈനൽ കോർഡോ അല്ലെങ്കിൽ ബോൺസിലേക്ക് എന്തെങ്കിലുമൊക്കെ ക്ഷതമൊക്കെ സംഭവിക്കുമ്പോൾ അതൊക്കെ നേരെയാവുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇതിൽ കണ്ടാൽ തന്നെ അറിയാം എന്താണ് അവിടെ ചെയ്തിരിക്കുന്നതെന്ന് തന്നെ. അവരുടെ
കുത്തിക്കിട്ടൊക്കെയാണ് അത് നേരെയാവാൻ ഇത് നേരെയാവാൻ ഡിസ്ക് ശരിയാവാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അന്നേരം ശരിക്കും പറയുന്നത് തൂക്കുകെട്ട എന്ന് പറയും അല്ലെ, തൂക്കിയിടുന്ന ഒരു രീതി എന്ന് വെച്ചാൽ അത് ശരിയായി വണ്ണം നേരെയാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. There are mainly two types of traction, skin traction and skeleton traction. They are utilized in orthopedic medicine. Okay. നമുക്കറിയാം എല്ലുഭാഗം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണ് ഉള്ളത്. ഒന്ന് സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെൽറ്റൻ ട്രാക്ഷൻ അല്ലെ, രണ്ട് തരത്തിലുള്ള ട്രാക്ഷൻ ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഒന്ന് സ്കിൻ ട്രാക്ഷൻ ആൻഡ് സ്കെൽറ്റൽ ട്രാക്ഷനും. ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഓർത്തോ വിഭാഗം അല്ലെ, ഓർത്തോ പീഡിയാട്രിക് വിഭാഗത്തിലാണ്, മെഡിസിൻസിലാണ് ഈ ഒരു ട്രാക്ഷൻ എന്നുള്ള ഒരു ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അല്ലെ, ജസ്റ്റ് മലയാളം മീനിങ് ഓർത്ത് വെച്ചാൽ മതി. തൂക്കുകെട്ട അല്ലെ, തൂക്കിയിടുന്ന രീതിയിൽ ഉള്ള ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു ഇതിൽ നിന്ന് ലഭ്യമാകുന്നത്. എന്തെങ്കിലും നമുക്ക് അല്ലെ സ്പൈനൽ കോഡ് ആണെങ്കിലും ബോൺസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോഴാണ് ഈ ഒരു ട്രാക്ഷന്റെ ഫെസിലിറ്റീസ് ഉപയോഗപ്രദമാകുന്നത്. ഓക്കെ, നമ്മുടെ ഇപ്പൊ സ്കിന്നുകളാണെങ്കിലും അത് ഷേപ്പ്ലെസ് ഒക്കെ ആകുമ്പോൾ അത് നന്നായിട്ട് കെട്ടിപ്പൊതി വലിഞ്ഞു മുറുക്കിയിട്ട് അത് അല്ലെ അങ്ങനെ ചെറിയ കൂടിച്ചേരുന്നത് വരേക്കും. അതുകൊണ്ടാണ് ആ സ്കിൻ ട്രാക്ഷൻ എന്നത് പറയുന്നത്. അതേമാതിരി തന്നെ എല്ലുകളുടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ, അത് കൃത്യമായിട്ട് കൂടി യോജിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ് അല്ലെ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലേക്ക് കടന്നു പോകാന്ന് പറയുന്നത് നമുക്ക് റിസ്ക്കുള്ള കാര്യമാണ്. അപ്പൊ പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് അല്ലെ നേരാവണ്ണം സുഖമായിട്ട് ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുന്ന മനുഷ്യരുമുണ്ട്. തീർച്ചയായിട്ടും മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്താണ് എക്യുപ്മെന്റ്സ് സാധാരണയായിട്ട് മനുഷ്യന് ഇന്നലെ പുതിയ ജീവിതത്തിലേക്ക് പകർന്നു കൊണ്ടാനായിട്ട് സാധ്യതയേറുന്ന ഒരു എക്യുപ്മെന്റ്സ് തന്നെയാണ്. ഒരു 43 എക്യുപ്മെന്റ്സ് ആണ് നമ്മളിപ്പോ കവർ ചെയ്തത്. ജസ്റ്റ് വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ചെയ്യണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഏതെങ്കിലും ഭാഗം പുറം തരേണ്ടതുണ്ടോ? ഓക്കെയാണ്. അടുത്ത ആഴ്ച എത്രത്തോളം ക്ലാസ് ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. അവിടെ നമ്മുടെ പോർഷൻ ഏതാണ്ട് ഇന്നത്തോടുകൂടി കവർ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ എക്സാമുകളൊക്കെ അടുത്ത് വരികയാണ്. നന്നായിട്ട് തന്നെ EMG നോക്കാം. Electromyography അല്ലെ, electromyography എന്ന് പറഞ്ഞാൽ മസിൽസ് റെസ്പോൺസ് ഓർ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ ഇൻ റെസ്പോൺസ് ടു നെർവസ് സ്റ്റിമുലേഷൻ ഓഫ് ദ മസിൽസ്. നമ്മുടെ മസിലുകൾക്ക് ഉണ്ടാകുന്ന ക്ഷതം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഉത്തേജനം അല്ലെ, നമ്മൾ ഇലക്ട്രിക് സപ്പോർട്ടോട് കൂടിയിട്ട് കൊടുക്കുമ്പോൾ അതിനെ എത്രത്തോളം റിയാക്ട് ചെയ്യാൻ റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് EMG ടെസ്റ്റ് നമ്മൾ നടപ്പാക്കുന്നത്. The test is usually to help find neuromuscular deformity in the course of the test. On small needles also called electrodes are connected through the skin into the muscles.
ഓക്കെ, അവിടെ ചെറിയ ചെറിയ ഇലക്ട്രോഡുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂറോ സെക്ഷനിലേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു EMG ടെസ്റ്റുകൾ നടത്താം. ടെസ്റ്റ് യൂസ്ഡ് ഫോർ സാധാരണയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നെർവസ് അല്ലെങ്കിൽ അതിന്റെ മസിൽസിന്റെ ഒക്കെ എത്രത്തോളം വർക്കിംഗ് ഉണ്ട്, എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു EMG ടെസ്റ്റ് നടപ്പാക്കുന്നത്. അതായത് ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്ന ഒരു ഡയഗ്നോസ്റ്റിക് പ്രക്രിയ തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി തന്നെ, പ്രത്യേകിച്ച് പേശികളുടെ തകരാറുകൾ, നാഡീവൈകല്യങ്ങള്, ഞരമ്പുകളുടെയും പേശികളുടെയും പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് EMG ടെസ്റ്റ്. പ്രത്യേകിച്ച് എന്താണ് മസിൽസ് അല്ലെങ്കിൽ പേശികള്, ഞരമ്പുകള് അല്ലെ, അതിന്റെയൊക്കെ കേടുപാടുകളൊക്കെ സംഭവിച്ചത് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് സാധാരണയായിട്ട് നമുക്കറിയാം തലച്ചോറിൽ നിന്നും ഞരമ്പുകളിലേക്ക് ഒരു പ്രവാഹം കൊടുക്കുമ്പോൾ, അത് ആ സ്റ്റിമുലേഷൻ അല്ലെ, ഒരു ഉത്തേജനം കൊടുക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു EMG ടെസ്റ്റുകളൊക്കെ നടപ്പാക്കുന്നത്. ക്ലിയർ ആണോ? പ്രധാനമായിട്ട് നമുക്കറിയാം, നമ്മളിപ്പോ കൈ പിൻവലിക്കും അല്ലെ, തീ കണ്ടെങ്കിൽ നമ്മൾ കൈ പിൻവലിക്കും. നമുക്കത് പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഉത്തേജനം നടപ്പാക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ സ്കിന്നുമ ആ ചൂട് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ പിൻവലിക്കുന്നു അല്ലെ, അല്ലെങ്കിൽ അത് ബോധപൂർവം അല്ലെ. ഇൻകേസ് അത് പിൻവലിക്കാനുള്ള ശേഷി അത് ബോധപൂർവം നമ്മുടെ മസിൽ നെർവിൽ നിന്ന് കിട്ടുന്നുണ്ടോ, അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് EMG ടെസ്റ്റ് നടപ്പാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വേറെ എന്തെങ്കിലും? ാണോ? അത്ര ടെസ്റ്റ് കിട്ടിക്കോട്ടെ. ടെസ്റ്റ് കഴിഞ്ഞിട്ടില്ല. വന്ദന മിസ് റെഡിയാണ്. അല്ലേ? നിങ്ങള് ഞാനും നാളത്തെ ക്ലാസ് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈമിലായിരിക്കും കാണുന്നത്. നന്നായിട്ട് തന്നെ പഠിച്ച് എക്സാം എഴുതുക. തീർച്ചയായിട്ടും എക്സാം എഴുതിയത് മാത്രം വെയിറ്റ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ജോലി തരപ്പെടുത്താൻ നോക്കുക. എക്സാം എഴുതിയതൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു മോഡലൊക്കെ തന്നെയായിരിക്കും, സിമ്പിൾ ഒക്കെ ആയിരിക്കും. പക്ഷെ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അതിനെ ഫേസ് ചെയ്യാനായിട്ട് വരില്ല. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് അല്ലേ? താങ്ക് യു മാത്രം പറയാൻ. ശരി, കാണാം.